ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമ്മളിത് നോക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ എങ്ങനെ ലേറ്റർ ഉപയോഗിച്ച് നമുക്ക് മൊബൈലിൽ പറക്കാം. കുറേ ആൾക്കാർക്ക് അറിയത്തില്ല എങ്ങനെ പറക്കണമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാനിപ്പോൾ ക്രിയേറ്റീവ് മോഡിലാണ്. ഞാനിപ്പോൾ ഒരു പില്ലറിൻ്റെ മണ്ടയ്ക്ക് കയറി നിൽക്കുകയാണ്. കാരണം ഇവിടുന്ന് വേണം നമുക്ക് പറന്നു പോകാൻ. ഓക്കെ, അപ്പോൾ നമുക്കിത് പറക്കാൻ വേണ്ടി ആകെ ആവശ്യമുള്ളത് രണ്ട് വ്യൂഹങ്ങൾ, എലേട്രയും പിന്നെ ഫയർ വർക്ക് റോക്കറ്റും. പിന്നെ നിങ്ങൾ ഓർക്കണം, പിന്നെ നമ്മുടെ വെടിക്കെട്ട് പോലത്തെ കളറുള്ള സാധനമൊന്നും വെക്കരുത്, മൂട്ടി ചെന്നിടിക്കും. അതുകൊണ്ട് ആണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുക, ഈ സാധനം എലേട്ര എടുത്ത് ഇങ്ങോട്ട് കയറ്റി വെക്കുക. മീൻസ് നമ്മുടെ ബാക്കിൽ ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഫയർ വർക്കർ റോക്കറ്റ് എടുത്ത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് വെക്കുക. അതിന് ശേഷം വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നേരെ ഫ്രണ്ടിലോട്ട് വെച്ചാൽ ഈ ബട്ടൺ ഞെക്കുക. അതിന് ശേഷം നമ്മൾ ജമ്പ് ബട്ടൺ, ഇപ്പോൾ ക്രിയേറ്റീവ് ആയതുകൊണ്ട് പൊങ്ങിപ്പോയെ, ഒരു വട്ടം ഞെക്കിയാൽ മതി. ഒരു വട്ടം ഞെക്കുമ്പോൾ തന്നെ നമ്മുടെ ഗ്ലൈഡ് ചെയ്യും. കാണിച്ചു തരാം ഞാൻ പറക്കണ. കണ്ടോ, ഞാനിപ്പം ക്രിയേറ്റീവിലല്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ ക്രിയേറ്റീവിലല്ല. കണ്ടോ, അപ്പോൾ എനിക്കിങ്ങനെ പറന്നു പോവാം. വില്ലേജ്, അയ്യോ ഇവിടെ വില്ലേജ് ഉണ്ടായിരുന്നു. ഞാൻ അത്തോട്ടും കണ്ടില്ല. ഇവിടെ പില്ലർ അടിച്ചോ ഇവിടെ. ഗൈസ്, നമ്മൾ കണ്ട ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോകുന്ന ക്രിയേറ്റീവിലല്ല. എൻ്റെ ക്യാരക്ടർ ഗ്ലൈഡ് ചെയ്യുവാണ്. ഞാൻ കാണിച്ചു തരാം. കാണുമോ എന്ന് എനിക്കറിയത്തില്ല, നോക്കാം. കണ്ട എൻ്റെ ക്യാരക്ടർ ഗ്ലൈഡ് ചെയ്ത് നിൽക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു ഗ്ലൈഡ് ചെയ്ത് നിൽക്കുവാണ് എൻ്റെ ക്യാരക്ടർ ഇപ്പം. ഓക്കേ, അവിടെ തുറച്ച് ഒറ്റ ഞെക്കി വയ്ക്കിയാൽ മതി. മീൻസ് ബൂസ്റ്റ് ആവും. അതാണ് പറഞ്ഞത്. ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. റെഡിയിലിരിക്കണേ. അപ്പോൾ ഇനി നമ്മൾ ഒന്നും കൂടെ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഗ്ലൈഡ് ചെയ്യുവാണ്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഞാനിപ്പോൾ ക്രിയേറ്റീവിലല്ല, ഗ്ലൈഡ് ചെയ്യുവാണ്. എന്നുവെച്ചാൽ നമ്മളിങ്ങനെ തൊടണ്ട. മീൻസ് ഇതുമാതിരി നമ്മളെ ബ്രോക്ക് ചെയ്യുന്ന പോലെ നമ്മുടെ തുണി ടാപ്പ് ചെയ്ത് കൊടുക്കണ്ട. ഈ ഫയർ വർക്ക് റോക്കറ്റിൽ നിന്ന് ഹോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. മീൻസ് നമ്മുടെ ഇത് വെക്കുമ്പോൾ തന്നെ ഈ ഗ്ലൈഡ് ആവുമ്പോൾ തന്നെ ഈ ഫയർ വർക്ക് റോക്കറ്റിൽ ഹോൾഡ് ചെയ്ത് പിടിക്കണം. അപ്പം ഇത് വിടും, ആളിത് വിടും. പിന്നെ സർവൈവലൊക്കെ ആണെങ്കിൽ ഒരു രണ്ടോ ഒരു സെക്കൻഡ് എങ്ങാനും എടുക്കും ഇതൊന്ന് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ക്രിയേറ്റീവിൽ കണ്ടോ പറപ്പിച്ച് വിടുമല്ലേ, അതാണ് പ്രശ്നം. ഞാൻ കുറേ ആൾക്കാർക്ക് ഡൗട്ട് കാണും സർവൈവൽ വർക്കാവും. കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ആദ്യം ഒന്ന് സർവൈവലാക്കട്ടെ. ഓക്കെ ഗൈസ്, നമ്മൾ സർവൈവലിലാണ്. കാണാമായിരിക്കും. സർവൈവലിൽ നമ്മൾ നിൽക്കുവാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ചിലപ്പോൾ ഞാൻ അടി വീണ് ജാമുള്ള ചാൻസ് ഉണ്ട്. അത് ചിലപ്പോൾ കണ്ടോ, ഞാൻ ആദ്യം കണ്ടോ സർവൈവലിലും ഈ സെയിം തന്നെ പറക്കാം. കണ്ടോ, പക്ഷേ നമുക്ക് ഇങ്ങനെ ഒന്ന് ഞെക്കി പിടിച്ചാൽ ഒന്നും മാത്രമേ വിടുള്ളൂ. അപ്പോൾ നിങ്ങളിങ്ങനെ ഞെക്കി പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വിടത്തില്ല. കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് പിടിച്ച് ഏടാ ഇതെന്തോന്ന് വില്ലേജാ? ഇതെന്തോ ഇത് എത്ര വില്ലേജാ? ഒന്നവിടെ കണ്ടോ, ഒന്നിവിടെ ഒന്നവിടെ. നല്ലതാ. ശരി, എനിക്ക് ലക്ക് പിടിച്ചു. ഞാൻ പണ്ടൊക്കെ ആണെങ്കിൽ വില്ലേജ് തപ്പിക്കൊണ്ടിരിക്കുന്ന ഞാൻ ഇപ്പം ചുമ്മാ കിട്ടി എനിക്ക്. കണ്ട, അപ്പം നമുക്ക് ഈ റോക്കറ്റ് തീരുന്നവർ എത്ര വേണമെങ്കിലും പറന്നുകൊണ്ടിരിക്കുക. കണ്ടേ, ഇവിടെ നിൽക്കൂ. അതൊന്നുമില്ല. പിന്നെ നിങ്ങൾ സൂക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇറങ്ങുമ്പം ഇടിച്ച് ഇറങ്ങരുത്. കാണിച്ചു തരാം. നമ്മളിങ്ങനെ വരുമ്പം എനിക്കപ്പോൾ അവിടെ ഇറങ്ങണം. എന്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിൻ ആയിട്ടൊരു സ്ഥലം എങ്ങനെയും കണ്ടുപിടിക്കാൻ നോക്കുക. അതിന് ശേഷം ഇങ്ങനെ കറങ്ങി ഇങ്ങനെ നിൽക്കുക. മീൻസ് നമ്മളിങ്ങനെ വന്നതിന് ശേഷം കറങ്ങി ഇങ്ങനെ വന്ന് നിൽക്കുക. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ നമുക്ക് ഈ ബ്ലോക്ക് വെച്ച് മണ്ടക്കോട്ട് ചെന്ന് കഴിഞ്ഞാൽ കിട്ടും. ഞാനിപ്പോൾ കാണിച്ചു തരാം. ക്രിയേറ്റീവ് അല്ലല്ലോ ഇത്. കാണിച്ചു തരാം. ഇത്ര ഒരു ഹൈറ്റാണ്. എനിക്കിപ്പോൾ സർവൈവൽ ആയതുകൊണ്ട് ചിലപ്പോൾ പറ്റാൻ ചാൻസ് ഇല്ല. ഓക്കെ, പറ്റി. അങ്ങനെ നമുക്ക് ബ്ലോക്ക് കുറച്ച് കൊണ്ടുവരാം.
സീനൊന്നുമില്ല, നമുക്ക് എത്ര വേണേലും ബ്ലോക്ക് കുറയ്ക്കാം. അപ്പോൾ ഞാൻ ഇത്രയും തൽക്കാലം വെച്ചെന്നേ ഉള്ളൂ ഗൈസ്. ഇപ്പം ഇത്ര ഇല്ലേ, നിങ്ങൾക്ക് ബ്ലോക്ക് എത്ര വേണേലും കുറച്ചുകൊണ്ട് വരാം. ഞാൻ ഇങ്ങനെ വെച്ചു. ഓക്കെ, ഇടിച്ച് കത്തു. ഒന്നും കൂടെ നോക്കാം. അയ്യോ, ഓക്കെ, ഒന്നും കൂടെ ഒന്നുകൂടെ നമുക്കൊന്ന് നോക്കാം. എനിക്ക് കറക്റ്റ് അറിയില്ല, എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ ആക്കോടെ, അത് തന്നെ. പിന്നെ നമുക്കിങ്ങനെ കുറച്ച് കൊണ്ടുവരും. എനിക്ക് തോന്നുന്നു മാക്സിമം 3 ബ്ലോക്ക് അങ്ങോട്ട് തോന്നുന്നു. 3 ആയിരിക്കും, 3 or 4 അങ്ങോട്ടാണ്. അത്രയും ബ്ലോക്ക് ചെന്നിട്ട് നിങ്ങൾ ചാടാൻ നോക്കുക. കാരണം അല്ലെങ്കിൽ മൊബൈലിൽ അത് വർക്കാവത്തില്ല, പക്ഷേ ഇതിൽ വർക്കാവും. നമ്മുടെ PC യിലും കാര്യങ്ങളൊക്കെ വർക്കാവും. മൊബൈലിൽ വർക്കാവാൻ ചാൻസ് കുറവാണ്. ഇത് സെയിം ഹൈറ്റല്ലോ, കുഴപ്പമില്ല. നിന്ന നല്ലതാണ്. ഓക്കെ, നമുക്ക് ഒന്നും കൂടെ ഞാൻ പറഞ്ഞ് കാണിച്ചു തരാം. പിന്നെ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ വിടരുത്. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചുമ്മാ നിങ്ങളുടെ റോക്കറ്റ് കളയത്തേ ഉള്ളൂ. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഇല്ലേ, വിടുക. ഒരു റോക്കറ്റ് മതി ഗൈസ്, ഒരു കുറച്ച് ദൂരം പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു റോക്കറ്റ് വിട്ടെടുത്തുക, തെറിച്ചങ്ങ് പോവും. അടുത്ത വില്ലേജ് കിട്ടുമെന്ന് നോക്കാം, ചുമ്മാ വിരസത്തിന്. അയ്യോ, ഇപ്പോൾ ചെന്ന് ഇടിച്ചേനെ. ഇപ്പം ഞാൻ ഇടിച്ച് കാണിച്ചു തരാം ഗൈസ്. ഏതെങ്കിലും ഒരു മരത്തിൽ വേണ്ട. ഓക്കെ, ആ വീട്ടിൽ ഞാൻ ഇടിപ്പിക്കുക. കണ്ട, ഇടിച്ചില്ല പുല്ലി. കുഴപ്പമില്ല, നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, ഒന്നും കൂടെ ചെന്ന് കാണിച്ചു തരാം. കണ്ട, ഇടിച്ച് ഞാൻ വന്ന് കണ്ട. അതാണ്, ഒരിക്കലും ഇടിക്കരുത്. ഇടിച്ച് കഴിഞ്ഞാൽ ചാവും. അല്ല നമ്മളിങ്ങനെ അയൺ ഗോളത്തിൻ്റെ ഇടി കൊണ്ട് ചാവും. ഇതേ വരുന്നു. അവന് വേറെ പണിയില്ലേ, കുഴപ്പമില്ല. നമ്മുടെ ഒരു ഇത് നമുക്ക് അവനെ കൊന്നിട്ട് പോകും എന്തായാലും. അയ്യേ, ഒന്നും ചെയ്യാൻ പറ്റില്ല, പോയി തൊലി. അയ്യോ, അപ്പം നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായി കാണും എങ്ങനെയാണ് പറക്കേണ്ടത്. എലേറ്റർ ഉപയോഗിച്ച്. പിന്നെ ഒരിക്കലും നിങ്ങൾ പറക്കാൻ പറ്റത്തില്ലെന്ന് പറയണ്ട, പറക്കാനൊക്കെ പറ്റും. കൊല്ല വേണ്ട, നമുക്കെന്തെങ്കിലും പറന്നു പോവാം. ഓക്കെ, പറന്നുപോയി. നിങ്ങളെൻ്റെ പുറകെ ഉണ്ടോ? ഇല്ല. കോമ്പർ പൊട്ടണേ. അയ്യോ, ഇടിച്ചു. അവനൊന്നും ഇപ്പം ചെയ്യൂല. അണ്ണ ചെയ്യില്ലല്ലോ. അയ്യോ, അറിയേണ്ട കേട്ടതാ. കുഴപ്പമില്ല, നമുക്ക് ചാവാം. കൊല്ലടാ പന്നി. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം ബൈ.